അപ്പം, ഇടിയപ്പം, പുട്ട് എന്തിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല കുറുകിയ ചാറോട് കൂടിയ വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കടലക്കറിയാണ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ കടല 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കടലയുടെ മീതെ നിന്നാൽ മാത്രം മതിയാവും വെള്ളം. എന്നിട്ട് ഇതൊന്ന് അടച്ചേച്ച് നമുക്കൊരു 2 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 10-15 കുരുമുളക്, ബേ ലീഫ് വലുതാണെങ്കിൽ 1, ഇത് ചെറുതായതുകൊണ്ട് 2, 1/2 ടീസ്പൂൺ മിച്ചം പെരുംജീരകം, 2 ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ശരിക്കും നന്നായിട്ട് കളറൊന്ന് ചേഞ്ച് ആവണം കേട്ടോ. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും എന്നിട്ടൊരു 4-5 ചുള വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് വഴറ്റണം. ശരിക്കും ഇതിൻ്റെ ഈ വെള്ളമെല്ലാം വലിഞ്ഞ് നല്ലൊരു ഡാർക്ക് കളറാവത്തില്ലേ, അത്രയും രീതിയിൽ വരെ നമുക്ക് ഇത് വഴറ്റേണ്ടതുണ്ട്. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഡാർക്ക് കളർ തന്നെ ആയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം. ഇനി ഒരു ഫ്രൈ പാനിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ നമുക്ക് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ച് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. തീ കുറച്ചേ വയ്ക്കാവുള്ളൂ. തീ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും മുളകൊക്കെ. കണ്ടില്ല, നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം. എന്നിട്ട് നമ്മുടെ സവാളയുടെ കൂട്ടത്തിലേക്ക് ഇത് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു അരമുറിയുടെയും പകുതി അത്രയും കൂടെ തേങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടേക്കുന്നേ ഉള്ളൂ. ഒരു 1/4 ഭാഗം മാത്രമാണ് ഒരു തേങ്ങയുടെ ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അരച്ചതിന് ശേഷം നമ്മളുടെ ഈ അരപ്പ് ഇതാണ്. ഇത്രയും സമയം കൊണ്ട് നമ്മുടെ കടലൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടരിഞ്ഞ ഒരു 4-5 ചുള ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റേണ്ടതുണ്ട്. നമ്മുടെ അരപ്പെല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റുക. ആദ്യമേ നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുക. അതും നമ്മുടെ ആ ജാറിൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ചൊഴിച്ചാൽ മതിയാവും. കണ്ടോ, ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ല കുറുകിയ ചാറായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് തിളയൊന്ന് വന്നതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. തിളയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി വെള്ളം വേണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. കടല ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല. തിളച്ച വെള്ളം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. പക്ഷെ നല്ല കുറുകിയ ചാറായിട്ട് തന്നെയാണ് കണ്ടോ ഇതിരിക്കുന്നത്. എത്ര സിമ്പിളാണെന്ന് നോക്കൂ നമ്മുടെ ഈ കടലക്കറി ഉണ്ടാക്കുന്നത്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
നല്ല കുറുകിയ ചാറായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. ഇനി ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 3 മിനിറ്റിന് ശേഷം നമ്മളുടെ കറി നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ എണ്ണയൊക്കെ കണ്ടില്ലേ മീതെ വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോടുകൂടിയ നല്ല അടിപൊളി കടലക്കറിയാണ് റെഡിയായിരിക്കുന്നത്. നമുക്കിത് അപ്പോ ഇടിയപ്പോ പുട്ടോ എന്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്.